ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ദീപാജി എന്താ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ജയിച്ചത്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ജയിച്ചത്. പറയട്ടെ പ്ലീസ്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓ രാജഗോപാലിന്റെ നിയമസഭാ സീറ്റ് പിന്നെ പിന്തുടർന്ന് പോവാൻ പറ്റിയില്ല? എന്തുകൊണ്ട്? എനിക്ക് മനസ്സിലാകാത്ത കാര്യേ, ഇവര് ഈ ഇലക്ഷൻ തോറ്റത് ഇപ്പൊ വോട്ടിംഗ് മെഷീൻ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചപ്പോ അത് സഹതാപം. നിങ്ങള് ഒരാളുടെ വിജയത്തെ അംഗീകരിക്കാൻ പഠിക്കും. രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സീറ്റുകൾ ഇന്ത്യക്കാർ കൊടുത്തത് സഹതാപം കൊണ്ടാണോ കോൺഗ്രസിന്റെ മികവ് കൊണ്ടാണോ? അതല്ല, രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സീറ്റുകൾ ഇന്ത്യക്കാർ കൊടുത്തത് സഹതാപം കൊണ്ടാണോ കോൺഗ്രസിന്റെ മികവ് കൊണ്ടാണോ? അദ്ദേഹത്തിന്റെ മൈരാണ് സാധനം തോന്നിയായിരിക്കും. അപ്പൊ ഇത്രയും തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഭാരതം എന്ന് പറയുന്ന വ്യക്തിയെ മീഡിയകള് അദ്ദേഹത്തെ എങ്ങനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്ന പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഒരു ഐതിഹാസിക യാത്രയിലൂടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കോൺഫിഡൻസ് ദീപ എട്ടും പൊട്ടും തിരിയാത്ത ഒരാള് ഭാരതം മുഴുവൻ നടക്കുന്നു, പാവം, ഇരിക്കട്ടെ ഒരു വോട്ട്. അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇരിക്കട്ടെ ഒരു വോട്ട്. അങ്ങനെ അത് ജനം ടിവിയുടെയും ഒരു വിഭാഗം BJP-കാരുടെയും അനിൽ നമ്പ്യാർജിയുടെയും മാത്രം കോൺസെപ്റ്റ്. പക്ഷേ ഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാർ പറയുന്നു ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഞങ്ങളെ നയിക്കാൻ യോഗ്യനാണെന്ന്. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. സിമ്പതി ഫാക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ തോൽപ്പിച്ച സ്മൃതി ഇറാനി എവിടെ? ബോധ്യപ്പെട്ടു. പക്ഷെ എന്നിട്ടും 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച BJP-ക്ക് കിട്ടേണ്ട 40% പോലും 40%. നിങ്ങൾ എന്തിനാണ് ബേളം വയ്ക്കുന്നത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അതിനൊന്നും ഇല്ലേ? ഈ വിശദീകരണത്തിൽ ഒരു ക്ലാരിറ്റി വരട്ടെ പ്ലീസ്. അല്ല ഒരു മിനിറ്റ്, അല്ല സമയം തരും. ഒന്ന് ക്ഷമിക്കുന്നേ പ്ലീസ്. കളക്റ്റീവ് അറ്റാക്ക് അല്ല ഇത്, കളക്റ്റീവ് അലമ്പാണ് ഒറ്റക്കിരുന്ന്. കളക്റ്റീവ് അറ്റാക്ക് അല്ല ഇത്, കളക്റ്റീവ് അലമ്പാണ് ഒറ്റക്കിരുന്ന്. വേറെ ഒരാളെ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ ഇടയിൽ കയറുന്നില്ല. ശ്രീജിത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീജിത്തിനെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവിടെ കയറി ബഹളം ഉണ്ടാക്കി. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ശ്രീജിത്ത് നേരത്തെ സംസാരിച്ചപ്പോഴാണ് ഇടപെട്ടത്. പറഞ്ഞെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ആ ഒരു ഇഫക്റ്റ് ആണ്. ഞാൻ പറഞ്ഞതാണ് പത്മജ ഫാക്ടർ. ഞാൻ പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മാത്രം മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എല്ലാ വിജയിച്ച സ്ഥാനാർത്ഥികളും കെ സുധാകരൻ അടക്കം? ഞാനത് പറയുന്നതിന് കാരണം അദ്ദേഹത്തിന് മറ്റ് ചുമതലകളുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം അടക്കം മത്സരിക്കട്ടെ എങ്കിൽ TN പ്രതാപൻ, ഈ പ്രശ്നമൊന്നും ഇല്ലാത്ത TN പ്രതാപൻ അങ്ങോട്ട് മാറി നിൽക്കൂ. വടകരയിൽ നിന്നൊരാൾ ഇവിടെ വരട്ടെ, പാലക്കാട്ട് നിന്ന് ഷാഫി അങ്ങോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ച നീക്കുപോക്കിന്റെ അടിസ്ഥാനം അതിന് രാഷ്ട്രീയമായി പത്മജയല്ലാതൊരു കാരണം. ഞാൻ മറുപടി പറയട്ടെ. കേട്ടോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ എന്ന് പറയുന്ന സീറ്റ് TN പ്രതാപൻ മത്സരിക്കുകയാണെങ്കിൽ പോലും സുരേഷ് ഗോപി അവിടെ BJP-യുടെ കാൻഡിഡേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഉള്ള ഒരു വിലയിരുത്തൽ ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഒരു നമ്മൾ സ്ഥാനാർത്ഥികളുമായിട്ട് സംബന്ധിച്ച ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാര്യം ഒരു ശക്തമായിട്ടുള്ള ഒരു ഇത് വരും. പിന്നെ സുരേഷ് ഗോപി പറയട്ടെ, ഇന്റർഫിയർ ചെയ്യില്ല. ഒറ്റ ചോദ്യമാണ്, ലോജിക്കലായിട്ടൊരു ചോദ്യമാണ്. TN പ്രതാപൻ ഞാൻ പറയട്ടെ, 1 ലക്ഷത്തിന് പുറത്ത് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നീ ഒന്നും പണയണ്ട. 5 വർഷം കൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി
വ്യക്തി, ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നു, വ്യക്തി അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 5 വർഷം കൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നു, വ്യക്തി അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പൊ അത് സമ്മതിച്ചോ? പറയൂ, ജനപ്രതിനിധിയാണ്. അത് ഒരു ജനപ്രതിനിധി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ ഐ എം ലേബിൾ ടു ഡു ദാറ്റ് എന്നാണ് ജനങ്ങളുടേത്. പക്ഷെ ഒരു ഔട്ട്സൈഡർ വന്ന് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് അവർ നമുക്ക് ഫോർ ഗ്രാൻഡഡ് അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, ജനപ്രതിനിധി പാർലമെന്റിൽ പോയിട്ട് 3 തവണ സസ്പെൻഷൻ. അത് നിങ്ങളുടെ ആയാലും ജനപ്രതിനിധി തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവര് കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണ്. അവരത് ചെയ്യുന്നത് അക്കൗണ്ടബിൾ അല്ല ജനങ്ങൾക്ക്. അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടി കിട്ടലില്ല. ആ ഉത്തരവാദിത്തമാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു ഔട്ട്സൈഡർ വന്ന് അവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അക്കൗണ്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. അയാൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഹി ഡൺ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു സഹതാപം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ ജനങ്ങളെ മുഴുവൻ ഒമ്മനിക്ക്. എനിക്ക് ഇവിടെ സഹിക്കാൻ പറ്റില്ല, ഞാൻ മാറിയിരിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.